ഗുഡ് മോർണിംഗ് ഓൾ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ അനാലിസിസ് ആണ്. അതിൻ്റെ ഒരു ഫിഗറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, life cycle analysis is a technique which is used to analyze the environmental impact which are an outcome of a processing involving in the life cycle of a particular product, also known as a cradle to grave or life cycle assessment. അതായത് ലൈഫ് സൈക്കിൾ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് അത് കൺസ്യൂം ചെയ്യുന്ന സമയത്തൊക്കെ എൻവറോൺമെൻറ്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തെല്ലാമാണെന്ന് അനലൈസ് ചെയ്യുക. അതാണ് ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ അനലൈസ് ചെയ്യുക, ലൈഫ് സൈക്കിൾ ഉണ്ടാക്കുന്ന എൻവറോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ് ചെയ്യുക. ഓൾസോ നോൺ ആസ് എ ക്രാഡിൽ ടു ഗ്രേവ് ഓർ ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. ക്രാഡിൽ ടു ഗ്രേവ് എന്ന് പറഞ്ഞാൽ ജനനം തൊട്ട് മരണം വരെ ഉള്ള അർത്ഥമാണ് ക്രാഡിൽ ടു ഗ്രേവ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഈസ് എ ടൂൾ ഫോർ സിസ്റ്റമാറ്റിക് evaluation of a environment impact of a product throughout each stage of its life cycle. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ ഉണ്ടാക്കുന്ന എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റിൻ്റെ സിസ്റ്റമാറ്റിക് ഇവാലുവേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് എ ലൈഫ് സൈക്കിൾ അനാലിസിസ്, എക്കോ ബാലൻസ് ഓർ ക്രാഡിൽ ടു ഗ്രേവ് അനാലിസിസ്. It consider all environmental impact right from the extraction of raw material to its final disposal. നമ്മൾ പറഞ്ഞു, തുടക്കം തൊട്ട് ഒടുക്കം വരെയുള്ള എല്ലാ എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റും അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺസിഡർ ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പെക്റ്റ്. അതായത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവിൻ്റെ കാര്യത്തിൽ അത് അനലൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നീഡാണ്. നീഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അസസ്മെന്റ് കൊണ്ട് എന്താണ് ആവശ്യം നോക്കാം. ടു സ്റ്റഡി ദി ഇമ്പാക്റ്റ് ഓഫ് അവർ ഗുഡ്സ്, സർവീസ് ആൻഡ് ടെക്നോളജി ഓൺ അവർ എൻവറോൺമെൻറ്റ്. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ട് എൻവറോൺമെൻറ്റിന് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജീനെ കൊണ്ട് നമ്മുടെ എൻവറോൺമെൻറ്റിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് സ്റ്റഡി ചെയ്യാൻ. To identify and implement ways of improving environmental footprint. എന്നിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എൻവറോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച EMS ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം. To identify the environmental consequence of a decision or a proposed change in the system under study. സോ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുതിയ ചേഞ്ച് ഈ സ്റ്റഡി കാരണം കൊണ്ടുവരാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി ഹെൽപ്പ് അസ് ഡ്യൂറിങ് ഡിസൈൻ സ്റ്റേജ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. അപ്പോൾ അതൊരു പുതിയ പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കും. നെക്സ്റ്റ്, ഗോൾസ് ആൻഡ് പർപ്പസ് ഓഫ് എ ലൈഫ് സൈക്കിൾ അനാലിസിസ്. Analyzing the quality of input and output of materials during the life cycles of a product, quantifying the input and output, accessing the various environmental implication, using the information collected to improve the various processes involved in a life cycle of a product. അപ്പോൾ ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയലിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ ഇൻപുട്ട് ആയാലും, നമ്മൾ ഒരു സാധനം യൂസ് ചെയ്യാൻ എടുത്ത് അത് കഴിഞ്ഞിട്ട് എന്താണോ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട്
ചിലപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ പോകുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും ക്വാളിറ്റി അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ എൻവറോൺമെൻറ്റ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നോക്കാൻ വേണ്ടി, അതുപോലെ തന്നെ പുതിയ എൻവറോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം EMS അപ്ലൈ ചെയ്യണമെങ്കിൽ അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ പർപ്പസിലുമുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ ഉണ്ടാക്കുന്ന ഓരോ സ്റ്റേജും എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ പബ്ലിക് പോളിസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇതൊക്കെ എന്തിനാണ് സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഒരു ഫിഗറാണ് നിങ്ങൾ കാണുന്നത്. എന്താണ് ലൈഫ് സൈക്കിൾ പ്രോഡക്റ്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് റോ മെറ്റീരിയൽ എക്സ്ട്രാക്ഷൻ. ഏതൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം എന്തുവാണ്, അതിന് വേണ്ട ആവശ്യ വസ്തുക്കൾ അതിന് വേണ്ട ആവശ്യ വസ്തുക്കൾ നമ്മൾ സെലക്ട് ചെയ്യണം. സോ റോ മെറ്റീരിയൽ എക്സ്ട്രാക്ട് ചെയ്ത് അത് നമ്മൾ എന്ത് ചെയ്തു, മാനുഫാക്ചർ ചെയ്തു. നെക്സ്റ്റ് മാനുഫാക്ചർ ചെയ്തു. സോ അത് കഴിഞ്ഞ് മാനുഫാക്ചർ ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് ആണ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഉണ്ടാക്കിയ സാധനം വിൽക്കണമെങ്കിൽ നമ്മൾ അത് മാർക്കറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അത് കഴിഞ്ഞ് യൂട്ടിലൈസേഷൻ, അതായത് നമ്മളെ പോലെയുള്ള കൺസ്യൂമേഴ്സ് സാധനം വാങ്ങിക്കണം. അതാണ് യൂട്ടിലൈസേഷൻ. അപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ പറ്റുവാണെങ്കിൽ നമ്മളത് റീയൂസ് ചെയ്യുക, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുക, അതും അല്ലെങ്കിൽ അത് കളയും. അപ്പം യൂട്ടിലൈസേഷൻ കളയും. ദെൻ യൂട്ടിലൈസേഷൻ ചെയ്യുക, റീയൂസ് ചെയ്യും. എന്നിട്ട് റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്യും. അപ്പോൾ തീരെ പറ്റാത്ത സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യും, അല്ലാത്തത് നമ്മൾ തിരിച്ചും റീസൈക്കിൾ ചെയ്ത് തിരിച്ച് യൂസ് ചെയ്ത്. ഇതാണ് നമ്മളുടെ ലൈഫ് സൈക്കിളിൻ്റെ ഒരു ലൈഫ് സൈക്കിളിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഫിഗറാണ് നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നത്. ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ അനാലിസിസ്. ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂഷണൽ, കോൺസിക്വൻഷ്യൽ, സോഷ്യൽ, 3 ടൈപ്പ് അനാലിസിസ് ഉണ്ട് എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ട്സ്, കോൺസിക്വൻഷ്യൽ, സോഷ്യൽ. അത് 2 മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ആട്രിബ്യൂട്ട്സും കോൺസിക്വൻഷ്യലും. കോൺസിക്വൻഷ്യൽ ലൈഫ് സൈക്കിളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആട്രിബ്യൂട്ടൽ ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ യൂസേജുമായി ബന്ധപ്പെട്ട്, ഏതെങ്കിലും ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട്, ഏതെങ്കിലും ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു ബർഡൻ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു എങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആട്രിബ്യൂഷണൽ ലൈഫ് സൈക്കിൾ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം കോൺസിക്വൻഷ്യൽ ലൈഫ് സൈക്കിൾ അനാലിസിസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസിഷൻ ആയി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ചേഞ്ചുമായി ബന്ധപ്പെട്ട, ഏതെങ്കിലും ഒരു എൻവറോൺമെന്റിന് മോശമായി ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺസിക്വൻഷ്യൽ ലൈഫ് സൈക്കിൾ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, phases of life cycle analysis. The 4 main phases of life cycle analysis are goal and scope definition, inventory analysis, impact assessment, interpretation. ഇതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. നെക്സ്റ്റ്, ലൈഫ് സൈക്കിൾ അനാലിസിസ് ഫേസ് ISO 14014 ആൻഡ് 14044. ഇതിൽ പറയുന്നത്
ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ബേസ് ഇത് പറയുന്നത് ISO 14014 ആൻഡ് ISO 14040. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ 14000 സീരീസ് പറഞ്ഞു. 14000 സീരീസ് ഓഫ് എ സ്റ്റാൻഡേർഡൈസേഷൻ പറഞ്ഞു. ആ സീരീസിൽ വരുന്നതാണ് ഈ 14014 14044 എന്ന് പറയുന്ന സീരീസ് ISO. അതിൽ വരുന്നതാണ് ഈ ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. അതിൻ്റെ അകത്ത് ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ, ഡിറ്റർമൈൻ ദി ബൗണ്ടറീസ് ഫോർ സ്റ്റഡി, പിന്നെ പറയുന്നത് ഇൻവെന്ററി അനാലിസിസ്, ഡാറ്റ ഓൺ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്വാണ്ടിറ്റീസ് ഫോർ ഓൾ റെലവൻറ്റ് പ്രോസസ്, ഇമ്പാക്റ്റ് അസസ്മെന്റ്, കോൺട്രിബ്യൂഷൻ ടു ഇമ്പാക്റ്റ് കാറ്റഗറീസ് സച്ച് ആസ് എനർജി കൺസപ്ഷൻ ത്രൂ നോർമലൈസേഷൻ ആൻഡ് വെയ്റ്റിംഗ്, interpretation, major contributions, sensitivity analysis, what can be learned from study. ഇതിനെപ്പറ്റി നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. ഫേസ് ഓഫ് ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ. This is a key step and ISO standard requirement that a goal and scope of LCA be clearly defined and consistent with the intended application. The goal and scope document therefore including a technical details that guide a subsequent work. അതായത് ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്റ്റേജ് ആണ്. അതിൽ ISO സ്റ്റാൻഡേർഡൈസേഷൻ പറയുന്നതിനനുസരിച്ച് ഗോൾ ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നത് ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ അപ്ലൈ ചെയ്യുന്നത് അതിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. എല്ലാ ഡോക്യുമെന്റ്സും ക്ലിയർഡ് ആയിരിക്കണം. നമുക്ക് ഡെഫിനിറ്റ് ഒരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് വരുന്ന ഓരോ വർക്കിനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ് ഇൻ എ ഗോൾ ആൻഡ് സ്കോപ്പ് ഡെഫിനിഷൻ. Product system to study the function of a product system, functional unit, the system limits, assumptions, limitation, data requirements. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് ഇതിലുള്ളത്. അതായത് ആ പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് നമ്മൾ കാര്യമായി സ്റ്റഡി ചെയ്തിരിക്കണം. ഫങ്ഷൻസ് ഓഫ് എ പ്രൊഡക്റ്റ് സിസ്റ്റം, ഫങ്ഷൻസ് ഓഫ് എ പ്രൊഡക്റ്റ് സിസ്റ്റം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെ ഫങ്ഷണൽ യൂണിറ്റിനെ പറ്റി അറിയണം. പിന്നെ ഉള്ളത് അതിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ അറിയണം. അതുപോലെ തന്നെ ആവശ്യമായ ഡാറ്റ എടുത്തിരിക്കണം. അസംഷൻസ്, നമ്മളെ അസംഷൻസ് എന്തൊക്കെയാണോ അത് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുകയും വേണം. ഓക്കെ, പിന്നെ പറയുന്നത് ഫേസ് ഓഫ് ഇൻവെന്ററി അനാലിസിസ് ആണ്. ഇൻവെന്ററി ലിറ്ററസി മീൻസ് ലിസ്റ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ്. ഇൻവെന്ററി അനാലിസിസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിനെ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. പിന്നെ ലൈഫ് സൈക്കിൾ ഇൻവെന്ററി LCI അനാലിസിസ് ഇൻവോൾവ് ക്രിയേറ്റിംഗ് ആൻ ഇൻവെന്ററി ഓഫ് ഫ്ലോസ് ഫ്രം ആൻഡ് to nature for a product system. Inventory follows include a input of water, energy and raw materials and released to air, land and water. അതായത് ഫേസ് ഓഫ് ഇൻവെന്ററി അനാലിസിസിൽ നമ്മൾ ലിസ്റ്റിംഗ് ഓഫ് പ്രൊഡക്റ്റ് എന്നാണ് ബേസിക്കലി മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ലിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ്, അതാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ലിസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ വേസ്റ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. അതെന്താകാം, സോളിഡ് വേസ്റ്റ് ആകാം, വാട്ടർ വേസ്റ്റ് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതും നമ്മൾ ലിസ്റ്റ് ചെയ്യുക. Okay. It also involves data collection and quantification of a needed input or output data.
എത്രമാത്രം റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാം നമ്മൾ ഈ ഒരു ഫേസിൽ അനലൈസ് ചെയ്യണം. നെക്സ്റ്റ് ലൈഫ് സൈക്കിൾ അനാലിസിസ്. ഇൻവെൻറ്ററി അനാലിസിസിൻ്റെ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കളേഡിൽ കാണുന്നത് സിസ്റ്റം ബൗണ്ടറി ആണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ടായി എടുക്കുന്നത് റോ മെറ്റീരിയൽസ്, എനർജി. ഇൻപുട്ടായിട്ട് എടുക്കുന്നത് റോ മെറ്റീരിയൽസ്, എനർജി, ഇതൊക്കെയാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ടായി വരുന്നത്, അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് റോ മെറ്റീരിയൽസിനെയും എനർജീനെയും എടുക്കുമ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് റോ മെറ്റീരിയൽസ് എടുത്ത് മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് പിന്നെ അത് റീയൂസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ അത് വേസ്റ്റ് ആക്കി മാറ്റും, അതും അല്ലെങ്കിൽ വേസ്റ്റ് റിസോഴ്സ് ആക്കി മാറ്റി റീസൈക്കിൾ ചെയ്ത്, അപ്പോൾ അതും കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. അതും കഴിഞ്ഞ് ബാക്കി വേസ്റ്റായി മാറുന്നു. അപ്പോൾ ഔട്ട്പുട്ടിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അറ്റ്മോസ്ഫിയറിക് എമിഷൻ, വാട്ടർ ബേൺ വേസ്റ്റ്, സോളിഡ് വേസ്റ്റ്, കോ പ്രൊഡക്ട്സ്, അതർ റിലീസസ്. ഇൻപുട്ടിൻ്റെ ക്വാണ്ടിറ്റി, ഔട്ട്പുട്ടിൻ്റെ ക്വാണ്ടിറ്റി, ഇതൊക്കെയാണ് ഈ ഇൻവെൻ്ററി അനാലിസിസിൽ ലിസ്റ്റ് ചെയ്യുന്നത്. ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ക്വാണ്ടിറ്റിയാണ് ഈ ഇൻവെൻ്ററി അനാലിസിസിൽ മെയിനായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫേസസ് ഓഫ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. Environmental impact is an alteration of the initial characteristics of an environment caused by a project, work or activity. ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ വർക്ക് കൊണ്ട് എൻവറോൺമെൻറ്റിൽ ഏതെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുക, അത് നമ്മുടെ പ്രൊജക്റ്റിന് കാരണമാകാം, വർക്കിന് കാരണമാകാം, അതിനെയാണ് നമ്മൾ എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. It is the set of consequence for a human health, welfare of a flora and fauna, and the future availability of a natural resource attributable to the input or output stream of system. അതായത് ഈ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് കോൺസിക്വൻസ് ഫോർ ഹ്യൂമൻ ഹെൽത്ത്. അത് ഹ്യൂമൻ ഹെൽത്തിനെ നെഗറ്റീവായി എഫക്റ്റ് ചെയ്യുന്നതാവുക, അല്ലെങ്കിൽ നാച്ചുറലുള്ള ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ, ഫോണ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ. അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി, ഫ്യൂച്ചറിൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി ഫ്യൂച്ചറിൽ കുറക്കുക. അങ്ങനത്തെ രീതിയിൽ വരുന്ന എല്ലാ കോൺസിക്വൻസിനെയാണ് നമ്മൾ എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫേസ് ഓഫ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അതിനുള്ള സ്റ്റെപ്പാണ് സ്റ്റെപ്പ് ഇൻവോൾവ്ഡ്. This process comprises of the following procedure: the selection of impact categories, category indicators and characterization models, the classification stage where the inventory parameter are sorted and assigned to specific impact categories, impact measurement where the categorized LCI flow are characterized. അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഇമ്പാക്റ്റ് കാറ്റഗറീസിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ അതിലേക്ക് വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുക. അതായത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെൻ്ററി അനാലിസിസ് നടത്താൻ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ ലിസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട്
എന്തൊക്കെ ഇമ്പാക്റ്റ് വരാം എന്നുള്ളത് ക്ലാസിഫൈ ചെയ്യുക, എന്നിട്ട് മെഷർ ചെയ്യുക, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രയായിരിക്കും എന്ന് മെഷർ ചെയ്യുക. ഇത്രയുമാണ് ഈ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ്, phases of interpretation. Life cycle interpretation is a systematic technique to identify, quantify, check, and evaluate information from the result of a life cycle inventory and or the life cycle impact assessment. അതായത് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ലൈഫ് സൈക്കിൾ ഇൻവെന്ററി അനാലിസിസ് വഴി ഇമ്പാക്റ്റ് അസസ്മെന്റ് വഴി നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയി ഒന്ന് അനലൈസ് ചെയ്യുക. അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയായിരിക്കും, എല്ലാം കൂടി ഒന്ന് വാല്യൂ ചെയ്യുക. അതാണ് ഇന്റർപ്രിട്ടേഷനിൽ ചെയ്യുന്നത്. The result from the inventory analysis and the impact analysis are the summarized during the interpretation phase. ഇൻവെന്ററി അനാലിസിസും ഇമ്പാക്റ്റ് ഇൻവെന്ററി അനാലിസിസിലും ഇമ്പാക്റ്റ് അസസ്മെന്റിലും നമുക്ക് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ കൂട്ടിച്ചേർക്കുകയാണ് ഇന്റർപ്രിട്ടേഷനിൽ ചെയ്യുന്നത്. The outcome of an interpretation phase is a set of conclusion and recommendation for the study. നമുക്ക് കിട്ടിയ കംപ്ലീറ്റ് റിസൾട്ട് കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തണമെന്നുള്ളതാണ് ഈ ഒരു സ്റ്റഡി കൊണ്ട് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ്, ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഓഫ് എ പേപ്പർ. അപ്പോൾ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞ് ഒരു എക്സാമ്പിളാണ്. അതായത് പേപ്പറിൻ്റേത് ഒരു എക്സാമ്പിൾ, ഒരു പേപ്പറിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ലൈഫ് സൈക്കിൾ അസസ്മെന്റ് ഓഫ് എ പേപ്പർ. ഫസ്റ്റ് വൺ, ട്രീസ് ആർ കട്ട് ഡൗൺ ഇൻ ഫോറസ്റ്റ് ആൻഡ് കമ്പൈൻഡ് വിത്ത് എ റീസൈക്കിൾഡ് പേപ്പർ. അപ്പോൾ മരം മുറിച്ച് അതിൻ്റെ കൂടെ റീസൈക്കിൾ ചെയ്ത പേപ്പറും കൂടെ മിക്സ് ചെയ്യുന്നു. പിന്നെ ദിസ് മിക്സ്ചർ ഈസ് കൺവേർട്ടഡ് ടു എ വുഡ് പൾപ്പ് ആൻഡ് ദെൻ പ്രോസസ്ഡ് ഇൻ ടു ലാർജ് റോൾസ് ഓഫ് പേപ്പർ. അങ്ങനെ രണ്ടും കൂടിയുള്ള മിക്സ്ചറാണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, പേപ്പറാക്കി മാറ്റുന്നത്. പിന്നെ റോൾസ് ഓഫ് എ പേപ്പർ ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദി ഡെയിലി ന്യൂസ് പേപ്പർ മാഗസിൻ ദാറ്റ് വി ഓൾ റീഡർ. അതായത് എന്നിട്ട് ആ പേപ്പർ നമ്മൾ ന്യൂസ് പേപ്പറായിട്ടും മാഗസീനായിട്ടും നമ്മൾ മുന്നിലെത്തുന്ന ബുക്കായിട്ടൊക്കെ യൂസ് ചെയ്തു. പിന്നെ ആഫ്റ്റർ റീഡിങ് ദി ന്യൂസ് പേപ്പർ പുട്ട് ഇൻ എ റീസൈക്കിൾ ബിൻ ഓർ ദേ എൻഡ് അപ്പ് ഇൻ എ ലാൻഡ്ഫിൽ സൈറ്റ്സ്. സം ന്യൂസ് പേപ്പർ ആർ shredded and used to protect good inside packages. അത് കഴിഞ്ഞ് നമ്മൾ വലിച്ചെറിയുക, ഒന്നുകിൽ ഡിസ്പോസ് ചെയ്തു പോകും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി റീയൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞാൽ എന്താവും, newspaper from recycled bin are processed back into pulp. Then it is combined with a new pulp from trees and processed into a large rolls of paper. അങ്ങനെ പോയി കഴിഞ്ഞാൽ റീസൈക്കിൾ ചെയ്ത പേപ്പേഴ്സ് പിന്നെയും എന്ത് ചെയ്യും, അടുത്ത പ്രോസസ്സിലേക്ക് പോകും അല്ലേ. പുതിയ പേപ്പറിന്റെ കൂടെ കമ്പൈൻ ചെയ്ത് വീണ്ടും പേപ്പറായി മാറും. അതാണ് ഒരു പേപ്പറിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് ഈ പേപ്പറിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. Once waste paper get into a landfill, paper has the potential to decompose and produce a methane, a greenhouse gas with 21 times the heat trapping power of carbon dioxide. അപ്പം ഒരു പ്രാവശ്യം പേപ്പർ നമ്മൾ ലാൻഡ്ഫില്ലിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് മണ്ണിലേക്ക് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ പേപ്പറിന് മീഥേൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രൊട്ടക്ഷൻ
പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പം മീഥേൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച് മീഥേൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെക്കാളിയും 21 മടങ്ങ് ഹീറ്റിനെ ട്രാപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ മീഥേനുണ്ട്. Harvested tree or recovered paper are transported to pulp mills, rolled to paper are transported to converters, and finished paper produce are transported to wholesale distribution, then on to their retail point of sales. Transportation at each of these stages consumer energy and result a greenhouse gas. അപ്പം ആലോചിച്ച് നോക്ക്, നമ്മൾ ആദ്യം റോ മെറ്റീരിയൽ എടുക്കണം. അതായത് ട്രീസിനെ മുറിച്ച് നമ്മളത് എന്ത് ചെയ്യുന്നുണ്ട്, മില്ലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പേപ്പേഴ്സ് നമ്മൾ പേപ്പർ മാനുഫാക്ചർ കമ്പനിയിലേക്ക് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫിനിഷ് ചെയ്ത് പേപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സെയിലിന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ട്രാൻസ്പോർട്ടേഷൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആവശ്യമാണ്. അപ്പം എത്രത്തോളം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഉണ്ടാവും? ഓക്കെ, ഇത് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരിക്കുമുള്ള ഈ ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും പേപ്പർ ഇൻഡസ്ട്രിയിൽ വരുന്ന റോ മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഇപ്പം അറ്റ്മോസ്ഫിയർ ഗ്യാസ് എമിഷൻ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതിൽ വരുന്ന ഈ മീഥേൻ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ, അതിൻ്റെ വേസ്റ്റ് പാർട്ടിക്കിൾ, ഇതൊക്കെയാണ് ഇൻവെൻ്ററി അനാലിസിസിൽ അസസ് ചെയ്യുന്നത്. അതുപോലെ ഇതുണ്ടാക്കുന്ന എൻവറോൺമെൻ്റൽ ഇമ്പാക്റ്റ്, ഇപ്പം മീഥേൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കൂടി ഇപ്പം മീഥേനും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനും കൂടി, അത് കൂടുമ്പോൾ എന്തുണ്ടാവും, ഹീറ്റ് കൂടും. അപ്പം ഗ്ലോബൽ വാർമിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആക്സസ് ചെയ്യുന്നതാണ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് ഇതിനെ ഒരു സൊല്യൂഷൻ കൂടി കൊണ്ടുവരണം. അതിനെയാണ് നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ടൈം ആകാനായി, നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം.